ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് കുറേ പഴയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് ജൂലൈ ഓഗസ്റ്റിലെ വെക്കേഷൻ കഴിഞ്ഞ് ഓഗസ്റ്റ് 28-നാണ് തിരിച്ച് യു എയിലേക്ക് വന്നത്. അപ്പോൾ ആ വന്ന വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ ഇതിന് മുന്നത്തെ ഉള്ള ഇതുപോലെയുള്ള നാട്ടിൽ നിന്ന് വരുന്നതും അവിടേക്ക് പോകുന്നതുമായിട്ടുള്ള വീഡിയോയിലൊക്കെ കുറേ ആളുകൾ പല കാര്യങ്ങളും കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്നാൽ ഇന്ന് ഈ വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാം. അതുപോലെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി കമൻറ്റ്സ് വരുന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇതിന് മുന്നത്തെ ഉള്ളൊരു വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചി ടു ബോംബെ ടു അബുദാബി അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിൽ വരുന്നത്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് ശേഷം 3 മണി. അപ്പോൾ നമുക്ക് വൈകിട്ട് ഈവനിങ് 6-നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചെക്കിങ്ങിനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഡൊമസ്റ്റിക് ഏരിയയിലുള്ള എർത്ത് ലോഞ്ചിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെയും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സൈഡിൽ. അപ്പോൾ ഈ എർത്ത് ലോഞ്ച് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് സെയിം തന്നെയാണ്, അപ്പുറത്തെ ലോഞ്ചിലുള്ള അതേ മെനു തന്നെയാണ് ഇവിടെയും കണ്ടത് കേട്ടോ. എനിക്ക് ശരിക്കും തോന്നി എപ്പോഴും ഈ ഒരു സെയിം ഫുഡ് തന്നെ റിപ്പീറ്റ് ചെയ്യണ പോലെ തോന്നി. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് ഇപ്പോൾ ഡിസംബറിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ പോയപ്പോൾ എർത്ത് ലോഞ്ചിൻ്റെ ജസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ടെർമിനലിൻ്റെ സൈഡിലുള്ള എർത്ത് ലോഞ്ചിൻ്റെ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇപ്പം അതുപോലെ തന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഇത്തവണ നല്ലതായിരുന്നു. പക്ഷേ ഇത് പഴയ ഫുഡാണ് കേട്ടോ. ജൂലൈ ഓഗസ്റ്റിലൊക്കെ പഴയ ഒരു മെനു തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ എടുത്ത സംഭവങ്ങളൊക്കെ പിന്നെ പായസം ഉണ്ടായിരുന്നു. ഞാൻ ചപ്പാത്തി, റൈസ്, പനീർ, ചിക്കൻ, ബീഫൊക്കെ എടുത്തിട്ടുണ്ട്. ബീഫല്ല, ചിക്കനും റൈസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ കയ്യിൽ ആ ഒരു ബാഗ് എന്ന് പറയുന്നത് അതിനകത്താണ് കേട്ടോ നമ്മുടെ നെക്ക് പില്ലോസൊക്കെ, എല്ലാവരുടെയും നെക്ക് പില്ലോ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, അതാണ് അവൻ വെയിറ്റ് പോലെ കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. മൂത്തയാൾ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാനും മക്കളും 2.5 മാസം അടുപ്പിച്ച് നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണ് ആദ്യം നാട്ടിലേക്ക് പോയത്, പിന്നീടാണ് ഹസ്ബൻഡ് വന്നത്. അപ്പം ശരിക്കും നന്നായി തിരിച്ചു വരുമ്പോൾ നമുക്ക് നല്ലൊരു വിഷമമായിരുന്നു കേട്ടോ, അത്രയും നാൾ നിന്നിട്ട് വരുമ്പോഴത്തേനും. അപ്പോൾ പതിവ് പോലെ നമ്മൾ വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കലൊന്നുമില്ല, ഭയങ്കര ടെൻഷനും കാര്യങ്ങളും വിഷമവും ധൃതിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലോഞ്ചിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല വിശപ്പും തോന്നും. ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നേരെ നമുക്ക് ഉറക്കം വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ബോംബെക്ക് ആയതുകൊണ്ട് കണ്ടിന്യൂസ് 4 hours നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ ബോംബെക്ക്. അപ്പോൾ എന്താണേലും പെട്ടെന്ന് തന്നെ എല്ലാവരും ഉറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ബോംബെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2 ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് നമുക്ക് നമ്മുടെ അബുദാബിക്കുള്ള ഫ്ലൈറ്റും. പക്ഷേ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് കുറച്ചധികം നടന്നായിരുന്നു. ആദ്യം നമുക്ക് പ്രെയർ റൂംസ് കണ്ടുപിടിക്കണം, വാഷ്റൂമിലൊക്കെ പോകണം, നിസ്കരിക്കണം, അതിനുശേഷം ലോഞ്ചിൽ പോയി ഫുഡ് കഴിക്കണം. അപ്പം നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ബോംബെയുടെ കഴിഞ്ഞ തവണ നമ്മൾ ഡൊമസ്റ്റിക് ഏരിയയിലാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ഏരിയ ആണ് കേട്ടോ. അപ്പം ഇനി ഇൻ്റർനാഷണൽ ഏരിയയിലുള്ള ലോഞ്ചിലേക്ക് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം നടന്ന് വേണം കേട്ടോ കണ്ടുപിടിക്കാൻ. അത്രയും വലിയൊരു എയർപോർട്ടാണല്ലോ. നമുക്കിത് കണ്ടില്ലേ, ഓരോ കൗണ്ടേഴ്സ് കണ്ടില്ലേ, BCDEF എന്ന് പറഞ്ഞാൽ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഒത്തിരി നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗായിട്ട് ഒരു 3-4 ബാഗ് ചെറുതുണ്ട്, നിങ്ങൾ കണ്ടായിരുന്നില്ലേ ട്രോളിയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണത്തിൽ തേങ്ങ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഫ്രീസർ ബാഗിലാണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ക്യാബിനിൽ കൊണ്ടുപോയാലും മാക്സിമം ചീത്തയാവാതെ തന്നെ പോകാമല്ലോ എന്ന്, ചൂടുമല്ലേ, അപ്പോൾ ചീത്തയാവാതെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളത് ഹാൻഡ് ബാഗായിട്ടാണ് എടുത്തേക്കുന്നത്. നോർമലി ഞങ്ങളങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇവിടെ ബോംബെ ചെന്നപ്പോഴത്തേനും അവർ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് തേങ്ങ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് ഫ്രോസൺ ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് പറ്റില്ല, തേങ്ങ നിങ്ങൾക്ക് തിരിച്ച് മറ്റത് ചെക്കിനിലേക്ക് വിടാമെന്ന് പറഞ്ഞു. പിന്നെ
ഹസ്ബൻഡ് ഇത്രയും വഴി ഞങ്ങൾ ആ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ എത്തണ വരെ എത്തിയപ്പോഴാണുള്ളത് പറഞ്ഞത്. പിന്നെ ഹസ്ബൻഡ് ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കയറി അപ്പുറത്തേക്ക് കടന്നു. പക്ഷേ ഹസ്ബൻഡ് ഈ ബാഗുമായിട്ട് തിരിച്ച് ചെക്കിങ്ങിൽ വിടാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ കുറച്ചധികം സമയം അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട് ബോംബെയിലെങ്കിൽ പോലും ഇനിയിപ്പോൾ പോയി തിരിച്ച് വന്നിട്ട് വേണമല്ലോ ഹസ്ബൻഡ് വരാനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഹസ്ബൻഡ് അതൊക്കെ കൊടുത്ത് പിന്നെ ചെക്കിങ്ങിൽ വിട്ടിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിപ്പം ലോഞ്ച് അന്വേഷിച്ചും അതുപോലെ പ്രെയർ റൂമൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു 8:30 ആയപ്പോൾ നമ്മൾ ബോംബെയിൽ എത്തിയതാണ്. നമ്മൾ ലോഞ്ച് എത്തിയപ്പോഴത്തേനും ഒരു 10:50 കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നടപ്പും അതുപോലെ തന്നെ ഇത് തിരിച്ച് പോയി വരാനായിട്ട് ഹസ്ബൻഡിന് ഒരു അരമണിക്കൂർ എടുത്തിട്ടുണ്ട് വരാനായിട്ട്. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സെയിം ടെർമിനലാണ് ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് എങ്കിൽ പോലും നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്ന് നമ്മുടെ ലോഞ്ചിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റിലേക്കും നടക്കാനുണ്ട് കുറച്ചധികം തന്നെ. അപ്പോൾ നമ്മൾ പ്രെയർ റൂം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രെയർ റൂം കണ്ടുപിടിച്ചതിന് ശേഷം പ്രെയറൊക്കെ ഒരു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രഷായി പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ലോഞ്ചിലേക്ക് പോയത്. അപ്പോൾ ലോഞ്ച് നമുക്ക് തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ നോർമലി ഡൊമസ്റ്റിക് ഏരിയയിലുള്ളത് ലോഞ്ച് എന്ന് പറയുന്നത് അല്ലദാനി ലോഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവിടെയും അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം ഈ അദാലി ലോഞ്ചിലേക്കാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറയണത് ഫ്രീ എയർപോർട്ട് ലോഞ്ച് അതല്ല, ലോയൽറ്റി ലോഞ്ച് എന്ന് പറഞ്ഞ് വേറെ ലോഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്തു. അത് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ഫ്രോസൺ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ രാത്രി തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് രാവിലെ ഷൂട്ട് ചെയ്തതാണ്. രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ അവിടെ ഒരു ഇതുപോലെ ഈ മണി പ്ലാന്റ് നാട്ടിൽ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു. ആ വേരിൻ്റെ അവിടെ ജസ്റ്റ് ടിഷ്യൂ നനച്ചിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഫുള്ളൊരു കാർഡ്ബോർഡിനകത്ത് വെച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അതുപോലെ ചെറിയൊരു ചട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ കുറച്ച് ജസ്റ്റ് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് ഗരം മസാല ഇട്ട് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമീൻ ഒരു 2 ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണക്കമീൻ ഇഷ്ടമാണ്. പിന്നെ അതാ സോപ്പ് കണ്ടില്ലേ, നമ്മുടെ സിന്ധൂള് ചന്ദ്രിക മെഡിമിക്സ്, അതെപ്പോഴും ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ. ഉണക്കമീൻ പല്ലിമീനുണ്ട്. പിന്നെ നമ്മുടെ പുഴുങ്ങുന്ന കടല, വൈറ്റ് കടല, പിന്നെന്താ വൻപയർ, കുറച്ച് ഉഴുന്ന്, ഇത്രയും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്റ്റെതസ്കോപ്പ് കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞ് അവർ മേടിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കപ്പ, അതുപോലെ ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, നല്ല ഫ്രഷ് ഇഞ്ചി. പിന്നെ ഇത് അവലോസ് പൊടി ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇത് വീട്ടിലുണ്ടായ കാന്താരി മുളകാണ് കേട്ടോ, വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതെടുത്തു. പിന്നെ ഉണക്കമുളക്, പിന്നെ കപ്പളങ്ങ, പിന്നെ 2 മൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പതിവ് സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി, അതുപോലെ നോർമൽ, പിന്നെ ഏറ്റവും മുകളിൽ മഞ്ഞൾപ്പൊടി, പിന്നെ വാളംപുളി, ഇത് മല്ലിപ്പൊടി, പിന്നെ AVTയുടെ ഒരു തേയില, പിന്നെ കുറച്ച് സ്നാക്സ് മിക്സ്ചർ, കുഴലപ്പം, കടല, കപ്പ വറുത്തത്, ചക്ക വറുത്തത്, പഴം പൊരിച്ചത് ഒക്കെ. പിന്നെ നമ്മുടെ മരുന്നുകൾ, കഫ് സിറപ്പ് 2 എപ്പോഴും ഉണ്ടാവും. പിന്നെ ഏലാദിയുടെ 2 ഏലാദി ലേഹ്യം അത്. പിന്നെ ഒരു സൺസ്ക്രീൻ, പിന്നെ ഷാംപൂ, കണ്ടീഷണർ, വൈറ്റമിൻ C സിറം, പിന്നെ ഒരു ജോജോബയുടെ ഒരു ഫേസ് വാഷ്. പിന്നെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഇതാണ് കേട്ടോ ബ്രഷ്, ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിയത്. പിന്നെ സ്റ്റിഫാൻ ഷൈൻ ലൈവ് എന്ന് പറയുന്നത് മറ്റേ ഷട്ടിലൊക്കെ മുക്കുന്ന ഒരു സംഭവം. ഇത്ര സാധനമൊക്കെയാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അതാണ്ടല്ലേ ഇനി ഇത് മുഴുവൻ വേസ്റ്റ് ഒത്തിരി ആയിട്ടുണ്ട്. അൺപാക്ക് ചെയ്തപ്പോൾ അതൊക്കെ എടുത്ത് കളയണം. പിന്നെ ചെരുപ്പ് ഡ്രസ്സൊക്കെ ആസ് യൂഷ്വൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുടെ എക്സ്ട്രാ വെയർ ഇരുന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇത്തവണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.